ഹലോ, വെൽക്കം ടു വിത്ത് എക്സ് മലയാളം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഖമേർ സൃഷ്ടികതയെക്കുറിച്ചാണ്. ആദിയിൽ ആകാശത്തിനും സമുദ്രത്തിനും അതിരുകളില്ലായിരുന്ന കാലം. ഭൂമി എന്നൊന്നില്ല, മനുഷ്യനില്ല, രാജാവില്ല. അനന്തമായ നീലിമയിൽ നാഗങ്ങളുടെ ലോകം മാത്രം. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പാമ്പുകളുടെ ദൈവമായ നാഗരാജാവ് വസിച്ചു. അവന്റെ സാമ്രാജ്യം ശാന്തവും ശക്തവുമായിരുന്നു. അവന്റെ ഏകമകൾ നീ സൗന്ദര്യവും ജ്ഞാനവും ഒരുമിച്ചുള്ള നാഗരാജകുമാരി. ദൂരെയുള്ള ഒരു രാജ്യത്ത് ഒരു യുവാവ് തന്റെ ഭാഗ്യത്തെ തേടി പുറപ്പെടുന്നു. അവന്റെ പേര് തോങ്. രാജകുടുംബത്തിൽ ജനിച്ചവൻ. എന്നാൽ വിധി അവനെ സിംഹാസനത്തിൽ നിന്ന് അപരിചിതമായ കടലിലേക്കാണ് തള്ളിയത്. കാറ്റിനും തെരകൾക്കും ഇടയിൽ അവന്റെ കപ്പൽ തകർന്നു. മരണം ഉറപ്പെന്ന് തോന്നിയ നിമിഷം അവൻ ഒരു ദ്വീപിലേക്ക് അടിഞ്ഞു. അവിടെ അവൻ കണ്ടത് അസാധാരണമായ ശാന്തത, പച്ചപ്പ്, മൗനം. അപ്പോൾ കടൽ കുലുങ്ങി, തിരകൾ പിളർന്ന് ഒരു ദൈവിക രൂപം ഉയർന്നു വന്നു. അവൾ നീ മനുഷ്യനെയും നാഗത്തെയും ബന്ധിപ്പിക്കുന്ന ആദ്യ നിമിഷം. പ്രിയ തോങ് ഭയപ്പെട്ടില്ല. അവൻ തലകുനിച്ച് ആദരം കാട്ടി. നീ അവന്റെ ധൈര്യം കണ്ടു. അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് ലോഭമല്ല, അധികാരമല്ല, വിധി. ദിവസങ്ങൾ കടന്നു. നാഗലോകവും മനുഷ്യലോകവും രഹസ്യമായി ഒന്നിച്ചു. പ്രണയം പിറന്നു. എന്നാൽ ഈ പ്രണയം രണ്ടു ലോകങ്ങളുടെ നിയമങ്ങൾ തകർക്കുന്നതായിരുന്നു. നാഗരാജാവ് ക്രുദ്ധനായി. എന്നാൽ തന്റെ മകളുടെ കണ്ണുകളിൽ അവൻ സത്യം കണ്ടു. അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ നിന്റെ ഭർത്താവാകണമെങ്കിൽ അവന് ഒരു രാജ്യം വേണം. നാഗരാജാവ് സമുദ്രത്തോട് ആജ്ഞാപിച്ചു, പിന്മാറുക. കടൽ പിന്മാറി. ആഴങ്ങളിൽ നിന്ന് ഭൂമി ഉയർന്നു വന്നു. മണ്ണ്, നദികൾ, വനങ്ങൾ. അങ്ങനെയാണ് കംബോഡിയ ജനിച്ചത്. പ്രിയ തോങ്ങും നീക്കും വിവാഹിതരായി. നാഗങ്ങൾ അനുഗ്രഹം നൽകി. ദേവന്മാർ സാക്ഷിയായി. അവർ മനുഷ്യനും ദൈവവും നാഗവും ഒന്നിച്ച ഒരു രാജവംശത്തിന്റെ തുടക്കമായി. ഖമേർ ജനത അവരിൽ നിന്നാണ് പിറന്നത്. ഇന്നും ഖമേർ വിവാഹങ്ങളിൽ വധു നാഗവംശത്തിൽ നിന്നവളായി പ്രതീകാത്മകമായി കണക്കാക്കപ്പെടുന്നു. കാലം ഒഴുകി. അവരുടെ വംശജർ സ്വയം ദേവരാജാക്കന്മാരായി പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ കേന്ദ്രമായി മേരു പർവ്വതം. ഖമേർ ജനത വെറും മനുഷ്യരല്ല, അവർ സമുദ്രത്തിൽ നിന്ന് പിറന്നവർ. ദൈവങ്ങളുടെ അനുഗ്രഹം വഹിക്കുന്നവ. നാഗങ്ങളുടെ രക്തം കൈവശമുള്ള. ഹലോ.